ഇത് കണ്ടില്ലേ, ഇന്ന് കുട്ടികൾക്ക് നല്ല സൂപ്പർ ബ്രഹ്മസല്ലി പായസമാണ് ഇവിടെ ഇന്ന് കൊടുക്കാനായിട്ടുണ്ടാക്കിയ. നമ്മുടെ ചേച്ചിയാണിന്ന് പായസം ഉണ്ടാക്കിയത്. എങ്ങനെ പായസമൊക്കെ എല്ലാം റെഡിയായല്ലേ? ഈ ചേച്ചി നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ? 20 വർഷമായി. 20 വർഷമായി അല്ലേ? അപ്പോൾ 20 വർഷമായിട്ട് കുട്ടികൾക്ക് ഇതുണ്ടാക്കണമെന്ന് ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പായസം കുടിച്ച് പായസമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. എല്ലാം എന്താ ഇവിടെ പകർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അകത്ത് ഇനി ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പായസം വിളമ്പി തുടങ്ങും. ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി അമ്മിണിയമ്മ നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അമ്മിണിയമ്മയെ ഈ യോഗം ബഹുമാന്യ സദസ്സിന് വന്ദനം. മറ്റധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, ആയമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം പറയുകയാണ്. നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും പ്രവേശനോത്സവം സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തല ഉദ്ഘാടനം കലക്കോട് UPS വെച്ചായതുകൊണ്ട് എനിക്ക് അവിടെ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു തിങ്ങി നിറഞ്ഞ് ഹാളിലിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. കലക്കോട് സ്കൂളിലും ഇതുപോലെ ഒരു ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കാൻ സ്ഥലമില്ലാതെ പുറത്തുമൊക്കെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ 9:30-ക്കാണ് നമ്മുടെ സമയം പറഞ്ഞിരുന്നതെങ്കിലും കുട്ടികളെല്ലാം റെഡിയായി എല്ലാവരും വന്നപ്പോൾ 10 മണി കഴിഞ്ഞു. പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു വന്നപ്പം ഉദ്ഘാടനം 10:30-ആയി. 1 മണിക്കൂറോടെ ലേറ്റായി. അപ്പം അത്രയും സമയം നിങ്ങളും കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ ഉടനെ തന്നെ 2 വാക്ക് പറഞ്ഞ് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് അടുത്ത സ്കൂളിലേക്ക് പോകണം. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. കാരണം ആർക്കും ആരോടും ഒരു പരാതിയും പറയാൻ പറ്റില്ല. കാരണം എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം ഈ സമയത്താണ്. പഞ്ചായത്തിൻ്റെ ഒരു അധികാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ സ്കൂളുകളിലും എത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ബഹുമാന്യായ വാർഡ് മെമ്പർ ഇവിടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാവാൻ എനിക്ക് 2 വർഷം കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പം 3ാമത്തെ വർഷമാണ് ഞാൻ ഈ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മുഖങ്ങളും പരിചിതമാണ്. ഇവിടുത്തെ പുതിയ അഡ്മിഷൻ എത്രയെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ വന്നു ചേർന്നിട്ടുള്ള പുതിയ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഇവിടെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശംസകൾ അറിയിക്കുന്നു. അതാണ് നമ്മുടെ അടിസ്ഥാന പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടം. ആദ്യമേ അവരെ ശീലങ്ങളാണ് പഠിപ്പിക്കുന്നത്. ശീലങ്ങളും അച്ചടക്കം ഇപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ അച്ചടക്കമായിട്ട് മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക. സാധാരണ കുഞ്ഞുങ്ങൾ കലപില ബഹളം വയ്ക്കുന്നതാണ്. എല്ലാവരുടെ വീടുകളിലായാലും സ്കൂളിലായാലും നഴ്സറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ലോകമാണ്.
അവർ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പം നമുക്ക് അവരെ അങ്ങനെ നിങ്ങൾ ഒരു മണിക്കൂറൂടെ ഉണ്ടാതിരിക്കുന്ന പറഞ്ഞ ഒരു കുഞ്ഞിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ക്ലാസ്സുകളിലായാലും അങ്ങനെ തന്നെയാണ്. അവർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, കളിക്കും, ചിരിക്കും, കരയും, ബഹളം വയ്ക്കും, ഒക്കെ അവരുടെ ആ പ്രായത്തിൻ്റെതായ രീതികളാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുകയും അവരുടെ നല്ല ശീലങ്ങൾ വളർത്തുകയും സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായി, അതായത് സാമൂഹ്യ സേവന രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം, അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, രക്ഷകർത്താക്കളെ ബഹുമാനിക്കണം, അവർ ഒരു സാമൂഹ്യ ബോധം അവരിൽ വളർത്തിയെടുക്കണം. ഞാനും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ആ സമൂഹത്തിൽ അനുശാസിക്കേണ്ട കുറേ അലിഖിതമായ നിയമങ്ങളുണ്ടെന്നും അത് എഴുതി വയ്ക്കപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യമായ വസ്ത്രധാരണം, മാന്യമായ സംഭാഷണം, പൊതുനിരത്തുകളിൽ എങ്ങനെ പെരുമാറണം, ഇതൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല, ഒരു നിയമത്തിലും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാമൂഹിക നിയമങ്ങൾ, എഴുതപ്പെടാത്ത സാമൂഹിക നിയമങ്ങൾ എങ്ങനെ പാലിക്കണമെന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളുകളിൽ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിലാണ് ഇവരെല്ലാം ഈ ഒരു ശീലം നന്നായി പഠിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ഒന്നാമത്തെ വീട് എന്ന് പറയുന്നത് അവൻ്റെ വീട് തന്നെയാണ്. അവൻ്റെ അച്ഛനെയും അമ്മയോടൊപ്പം വസിക്കുന്ന വീടാണ് അവൻ്റെ ഒന്നാമത്തെ വീട്. രണ്ടാമത്തെ വീടെന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സമയം ഒരു വിദ്യാർത്ഥി ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്നതല്ലേ, അടച്ചു കഴിഞ്ഞു, സ്കൂൾ തുറന്നു, ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ കുഞ്ഞുങ്ങൾ സമയം ചിലവഴിക്കുന്നത് എവിടെയാണ്? വളരെ കുറച്ച് സമയമാണ് അച്ഛനമ്മമാരോട് ചിലവഴിക്കുന്നത്. അച്ഛനമ്മമാരോടൊപ്പം ചിലവഴിക്കുന്നതിൻ്റെ ഇരട്ടി സമയം സ്കൂളുകളിൽ ചിലവഴിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവരിൽ ഈ ശീലങ്ങൾ വളർത്തുന്നതിനും പങ്കുവഹിക്കാൻ കഴിയുന്നത് അച്ഛനമ്മമാരെക്കാൾ ഉപരി അധ്യാപകർക്കും ആ സ്കൂളിൻ്റെ പ്രവർത്തകർക്കുമാണ്. അച്ഛനമ്മമാരെ ഏറ്റവും വളരെ ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. സ്കൂളിൻ്റെ അത്യാവശ്യം വീടിൻ്റെ സാഹചര്യങ്ങൾ നന്നായിരുന്നാൽ, വീടിൻ്റെ അന്തരീക്ഷം നന്നായിരുന്നാൽ ഒരു കുട്ടി നന്നായി വളരും. ഉത്തരവാദിത്തമുള്ളവരാണ്, ഏറെ ഉത്തരവാദിത്തമുള്ളവരാണ്. രക്ഷകർത്താക്കളും ടീച്ചേഴ്സുമായും നിരന്തരം ബന്ധപ്പെടുകയും ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ പിന്നെ അതവ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വന്നോളും എന്നുള്ള രീതി മാറ്റി വെച്ചുകൊണ്ട് ആ സ്കൂളിൽ നമ്മളെ കുഞ്ഞ് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ സ്വഭാവം, അവൻ്റെ അച്ചടക്കമില്ലായ്മ, അവൻ്റെ ശീലങ്ങളുടെ ദുശീലങ്ങൾ, ദേഷ്യം, എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ ദേഷ്യം എന്നുള്ളതിനെ വലിച്ചെറിയുന്നൊരു ശീലം, അങ്ങനെ പല ഒരു കുട്ടി എന്ന് പറയുന്നത് ഈ നമ്മളെ സ്കൂളിൽ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല സ്കൂളിലെ സ്വഭാവമായിരിക്കില്ല വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം